ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ വീഡിയോ കുറച്ച് വൈകി. ഇന്നത്തെ വീഡിയോ അല്ല, നമ്മൾ 2-3 ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് താമസിച്ച് പോയി. ഞാനിവിടെ എന്താ പറയുക ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു വേളാങ്കണ്ണി ട്രിപ്പ് പോയേക്കത്. അപ്പം ഫ്രൈഡേ പോയിട്ട് സൺഡേ നൈറ്റാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും കാര്യങ്ങളും പെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാരണം അതൊക്കെ തീർത്ത് ഇങ്ങനെ നടന്നു. അപ്പോൾ വീഡിയോ ഇടാനായിട്ടുള്ള സാവകാശം ഉണ്ടായില്ല. പിന്നെ ഇന്നലെ ആണെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ പോയി. അപ്പോൾ രണ്ടും കൂടി എടുക്കാനായിട്ടുള്ള സമയം കിട്ടില്ല. ഇന്നാണെങ്കിലും രാവിലെ തുടങ്ങി നല്ല ഓട്ടത്തിലാണ്. ഞാനിപ്പോൾ ദാ അങ്കമാലിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. രാവിലെ 4:30 തുടങ്ങിയതാണ്. അപ്പം ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സാധാരണ വീഡിയോ പോലെ എന്താ പറയുക, മോട്ടിവേഷൻ വീഡിയോ അങ്ങനെ ആ ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ പണികൾക്കിടയിലൂടെ നമുക്ക് സംസാരിക്കാം. കുറേ തുണികളൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയ തുണികളൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയെടുക്കണം. പിന്നെന്താ പറയുക, വേളാങ്കണ്ണിക്ക് പോയി എന്നല്ല പറയാം, എന്നെ പൊക്കിക്കൊണ്ട് പോയി എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. കുഞ്ഞി പീക്കും ആളും ഒന്നും പോന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനേ ഇതൊന്ന് സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് തുണി മടക്കിക്കൊണ്ട് ബാക്കി പറയാം. അപ്പം ഞാനെങ്ങനെ ഇവിടെ സെറ്റായി. ഇനി ഇവിടെ വെച്ച് നമുക്കിതൊന്ന് മടക്കിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. രാവിലെ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. നമ്മുടെ ബൈബിള് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കണു. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നല്ല ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങോട്ട് എടുത്ത് ഒന്ന് ഒതുക്കി വെക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ പ്രെയർ എഴുതി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞില്ലേ. ഇത് കണ്ടോ, ഇത് മൊത്തം എഴുതി പ്രാർത്ഥിച്ചേക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മളിങ്ങനെ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നോർമലി പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കെന്തായാലും അതിന് നല്ലൊരു എഫക്റ്റാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിലൊക്കെ ഞാനിങ്ങനെ വന്നത്, അതിനേക്കാളും കൂടുതലായിട്ട് വന്നത് ഞാൻ ഈ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എന്താ പറയുക 1.5 വർഷം 2 വർഷം ആവാറായി സ്ഥിരം ഉടമ്പടിയിലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 4 വർഷം മുന്നേ ഞാൻ കേട്ടതാണ് കേട്ടോ. പക്ഷെ അന്നേരം ഒന്നും എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല. ഞാൻ ഇങ്ങനെ പുച്ഛിച്ച് തള്ളി എന്ന് വേണമെങ്കിൽ പറയാം. അതിലേ കേട്ട് അതിലേ അങ്ങോട്ട് വിട്ടു. പക്ഷേ ഒരു 1.5 വർഷം മുന്നെയാണ് ഞാൻ അതിനകത്തേക്ക് ഇറങ്ങിയത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നൽ വരുമ്പോഴാണല്ലോ നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതുവരെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാനോ കേൾക്കാനോ ഒന്നും പോകില്ലല്ലോ. പിന്നെ സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഗുരുവായൂരപ്പൻ വിചാരിക്കണം അവിടെ ചെല്ലണമെങ്കിൽ എന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ. ഞാൻ പല പ്രാവശ്യം അതിന് ശേഷം ഞാൻ പോകാനായിട്ട് നോക്കിയെങ്കിലും എനിക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. മാതാവിനും കൂടെ തോന്നണം എനിക്കവിടെ ചെല്ലാനായിട്ടുള്ളൊരു സമയമായി എന്ന്. അപ്പം അങ്ങനെ തോന്നിയ സമയത്താണ് ഞാൻ പോയത്. എനിക്കെന്താ പറയുക, ഇപ്പം ഞാൻ ശരിക്കും അതിനകത്ത് അങ്ങോട്ട് അഡിക്റ്റായി എന്ന് പറയാം. അതുപോലെ വിശ്വാസമാണ് എനിക്ക്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എവിടെ ആയിരുന്നു? വേളാങ്കണ്ണി. അപ്പോൾ പിള്ളേരെ ആരെയും കൊണ്ടുപോയില്ല കേട്ടോ. പിള്ളേരെ കൊണ്ടുപോയില്ല എന്ന് പറയാനായിട്ട് കാരണം വെച്ചാൽ ആരും കൊണ്ടുപോയില്ല. ഞങ്ങൾ ഫ്രണ്ട്സ്, എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് പോയത്, പ്രിയയും ശ്രീലയും. അപ്പോൾ അവരെന്നെ പൊക്കിക്കൊണ്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് അവരുടെ കൂടെ പോണേ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പായിരുന്നു. നമുക്ക് വേണ്ടേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങളും സമാധാനവും കാര്യങ്ങളൊക്കെ. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഷോർട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, അവരുടെ ബാച്ച്മേറ്റ്സ് ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെയാണ് പോയത്. പക്ഷേ ഞാൻ പിന്നെ എവിടെ ചെന്നാലും അവിടെ അങ്ങോട്ട് സെറ്റ് ആവുന്നത് കാരണം എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാനും പ്രിയ മാത്രമേ അതിനകത്ത് അവരുടെ ഒരു ബാച്ച് അല്ലാതിരുന്നുള്ളൂ. പക്ഷേ എന്നാലും ഉണ്ടല്ലോ ഞങ്ങൾ അതായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എന്തായാലും നല്ല ശരിക്കും എൻജോയ് ചെയ്ത് കുറച്ച് ദിവസം നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ മറന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ്, നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ മൈൻഡ് ഒന്ന് ചേഞ്ച് ആക്കണം. നല്ലതാണ്. നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള എനർജിയും കാര്യങ്ങളും എല്ലാം കിട്ടണ്ടേ. എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കധികം അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മറ്റേ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണുന്നവർക്കറിയാം. അപ്പോൾ ഈ കാണുന്ന കളിയും ചിരിയൊന്നും അല്ല, ഇതിനപ്പുറം ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പം അതിനൊക്കെ പോയിട്ട് വന്നു. അപ്പം
കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചു. കുഞ്ഞിനെ പിക്കും ഞങ്ങൾ ആരും തന്നെ പിള്ളേരെ ആരെയും കൊണ്ടുപോയില്ല കേട്ടോ, ഫ്രണ്ട്സ് മാത്രമായിട്ടാണ് പോയത്. അപ്പോൾ ശരിക്കും അവരുമായിട്ട് ഇടയ്ക്ക് പോകാറുണ്ട്, അത് വേറൊരു അവരുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവണം, നല്ല രീതിയിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരണം, ആ ഒരു ഉദ്ദേശവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിനോടൊപ്പം. അതിൻ്റെ കൂടെ മാതാവിൻ്റെ അടുത്താണ് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നോമ്പൊന്നും എടുത്തിട്ടൊന്നും അല്ല കേട്ടോ പോയേ, ബസ്സിനാണ് പോയത്. സ്പൈസ് കേരള ബസ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പോയത്. പോയി തിരിച്ചു വന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് ശരിക്കും നല്ലൊരു മോട്ടിവേഷൻ വീഡിയോ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന കേട്ടോ, പക്ഷെ നടന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതും നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കുമെന്ന്. ഒത്തിരി പേരുണ്ട് ഇങ്ങനെ എന്താ പറയുക, കഷ്ടപ്പാടും ദുരിതങ്ങളും കാരണം ടെൻഷൻ അടിച്ച് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച് ആകെ ഇറിറ്റേറ്റിംഗ് ആയിട്ടൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. അപ്പോൾ അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ നമ്മൾ രൂപീകരിച്ചെടുക്കുക എന്നുള്ളത് വലിയ നല്ലൊരു എന്താ പറയുക നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്നറിയോ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന, വിശ്വസിച്ച് പറയാൻ പറ്റുന്ന, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന 2 or 3 അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മളോട് ചേർന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം നമുക്ക്. ഇപ്പോൾ ഹസ്ബൻഡിനോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വൈഫിനോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമുക്ക്. പേഴ്സണലി എല്ലാവരോടും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പണായിട്ട് പറയുമൊന്നുമില്ല. ഫ്രണ്ട്സിൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഫ്രണ്ട്സ് ആയിരിക്കണം കേട്ടോ. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഏതവസ്ഥയിലും നമ്മളോട് കൂടെ നിൽക്കുന്ന കുറച്ച് പേര്, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പം ആ ഒരു രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ചേഞ്ച് നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കും. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എപ്പോഴും ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇൻവോൾവായി എൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇൻവോൾവായി മൈൻഡൊക്കെ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് പിന്നെയും കുറച്ചൊക്കെ ഞാനിങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത്. എന്നാലും അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. വഴിയെ നമുക്ക് നോക്കാം, എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ തീർത്ഥാടനം എന്ന രീതിയിലല്ല, അല്ലാതെയാണെങ്കിൽ പോലും നമ്മൾ നല്ല ഇടയ്ക്കൊക്കെ ഒരു 2-3 മാസം കൂടുമ്പോഴോ പോട്ടെ, ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് പോവുക. അത് ഈ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം. ഫ്രണ്ട്സിൻ്റെ കൂടെ പോയെങ്കിലും നമുക്ക് അങ്ങോട്ട് ഓപ്പൺ ആവാൻ പറ്റത്തുള്ളൂ. ഫാമിലി ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും അങ്ങോട്ട് ഓപ്പൺ മൈൻഡായിട്ട് ഒന്ന് ഉറക്ക ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ളവരൊക്കെ ഉണ്ടാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി നമ്മുടേതായിട്ടുള്ളൊരു രീതിയിൽ നമ്മൾ മാത്രം, വേറെ ചിന്തകളും കാര്യങ്ങളും ഒന്നും, നമ്മുടെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു 2-3 ദിവസത്തേക്ക് നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. ആ ഒരു രീതിയിൽ പോകാൻ പറ്റുന്ന നല്ല കൂട്ടുകെട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കുക. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരിവിടെ ജിമ്മിൽ വന്നിട്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. ഒരു 2 വർഷത്തെ പരിചയമാണ് എനിക്ക് ഇവരുമായിട്ടുള്ളത്. അതിന് മുന്നേ ഇവരാരും എനിക്ക് പരിചയമില്ല. ആ ഒരു 2 വർഷം കൊണ്ട് ഉണ്ടായ അടുപ്പം അതൊരു 1.5 അടുപ്പമായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയവരാണ്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ A to Z കാര്യങ്ങൾ, മുഖത്തിന് വരുന്ന ചെറിയൊരു മാറ്റം, എൻ്റെ മെസ്സേജിൽ വരുന്ന ചെറിയൊരു മാറ്റം, സൗണ്ടിൽ വരുന്ന ചെറിയൊരു മാറ്റം പോലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടുപ്പം ആയി അവരുമായിട്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ. എന്നെങ്കിലേ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ കൂടുതലും പേരും ആത്മഹത്യയിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതലും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് ഇതൊന്നും ഷെയർ ചെയ്യാനായിട്ടൊരു ആളില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേൾക്കാൻ ഒരാളാണ് ശരിക്കും നമുക്ക് കൂടുതലും വേണ്ടത്. അങ്ങനെ കേൾക്കാനായിട്ട് ഒരു ആൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് കൂടുതലും പേർക്കും ഈ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാനായിട്ട് കാരണം. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ ഒരു ആശ്വാസം കിട്ടും. പിന്നെ നമ്മൾ അങ്ങനെയുള്ള ചിന്തകളിലേക്കൊന്നും പോകില്ല. ഞാനേ ഈ ചുരിദാറൊക്കെ മടക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് റോൾ ചെയ്ത് വെക്കും. ഇങ്ങനെ റോൾ ചെയ്ത് എന്തിനാണെന്നറിയാവോ? അത് എടുക്കാനായിട്ട് നമുക്കിത് ഷെൽഫിൽ നിന്ന് ഇങ്ങനെ എടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടുക്കി വെക്കുകയോ ചെയ്യുന്നത്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് കൊണ്ടു വെക്കണം. ഉച്ചയായപ്പോഴാണ് ഞാൻ ചെടി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ 4:30 എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി 5:30 ആയപ്പം ക്ലാസ്സിൽ പോയി. അത് കഴിഞ്ഞ് വന്ന് വീണ്ടും പിള്ളേരെയൊക്കെ വിട്ടിട്ട് വീണ്ടും എനിക്ക് 8 മണിക്ക് ഓൺലൈൻ ക്ലാസ്, ഓൺലൈനല്ല 8 മണിക്ക് ഇവിടെ അല്ലാതെ ഓഫ്ലൈനായിട്ട്
ഈ ഷിഫ്റ്റ് വരുന്നവർ ഇടയ്ക്ക് കയറി വരുവേ. അപ്പോൾ അങ്ങനെ അവർ പുതിയതായിട്ട് കാരണം നമുക്ക് അവരോടൊപ്പം നിൽക്കണമായിരുന്നു. അപ്പം അവർക്ക് ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് 8:30 ആയപ്പോഴത്തേക്കും ഓൺലൈൻ ക്ലാസ് തുടങ്ങി. 8:30 അല്ല 9 മണിയായപ്പോൾ. പിന്നെ അത് 10 മണിയായപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്കമാലിക്ക് പോയി. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നടന്നത് കാരണം നമ്മുടെ ചെടി നനയ്ക്കൽ കാര്യങ്ങളൊന്നും നടന്നില്ല. നട്ടുച്ചയ്ക്കാണ് ഞാൻ നനയ്ക്കാൻ പോകുന്നത്. നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയായിരുന്നേ? എന്താ പറയുക, വേളാങ്കണ്ണിക്ക് പോകുന്ന കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പം തന്നെ ഇപ്പോൾ ഈ വേളാങ്കണ്ണിക്ക് പോക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. കാരണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അവിടം വരെ പോകാനായിട്ട് പറ്റില്ല എന്നറിയാം. വേറെ ആരും നമുക്ക് കൊണ്ടുപോകാനില്ല. പലരും പോകുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, എനിക്കറിയാവുന്ന ഒത്തിരി പേര് എല്ലാ വർഷവും ഒക്കെ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ആരും ഇതേവരെ നമ്മളോട് ചോദിക്കുകയോ പോരുന്നുണ്ടോ എന്ന് ചോദിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പോകണം, എങ്ങനെയാണ് പോകാമെന്നൊരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ വിഷമിച്ചിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥനയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും, അതായത് എനിക്ക് അവിടെ വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ആത്മകഥം പറയുകയൊക്കെ ചെയ്യുമായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഇവർ ഇങ്ങനെ ഫ്രണ്ട്സ് കൂടിയിട്ട് ഇങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചതും ഞാൻ അതിനകത്തേക്ക് ചെന്ന് ചാടിയതും ഈ 2 വർഷമായിട്ട് പോകുന്നതും ഒക്കെ. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് അത് നമ്മൾ എന്താ പറയുക, നല്ല പ്രാർത്ഥനയിൽ ഓർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് നടക്കും എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക. അത് നടക്കും, ഉറപ്പാണത്. അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം കേട്ടോ. നമ്മൾ നിഷ്കളങ്കമായിട്ട് ആഗ്രഹിക്കുക എന്നൊക്കെ പറയത്തില്ലേ, കുനിഷ്ടം കുന്നായ്മയൊന്നുമല്ല, അല്ലാത്ത കാര്യങ്ങൾ അത് നടക്കും. അത് ഏതെങ്കിലും രീതിയിൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ നമ്മുടെ മുന്നിലേക്ക് ദൈവം എത്തിച്ചു തരും. അപ്പം ആരും സങ്കടപ്പെട്ട് എനിക്കാരുമില്ല എന്നുള്ള ചിന്തയിലൊന്നും ഇരിക്കേണ്ട. ഒത്തിരി പേര് കമൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ 2 ചാനലിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുള്ള സമയത്ത് തക്ക സമയത്ത് കാത്തുകൊള്ളും കരുതിക്കൊള്ളും എന്നല്ല പറയും. നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ആ തക്ക സമയത്ത് നമുക്ക് കിട്ടും. അത് പല രീതിയിലായിരിക്കും, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലും ഒക്കെ ആയിരിക്കും നമുക്കത് കിട്ടുന്നത്. അപ്പം ആരും തളർന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നും ഇരിക്കേണ്ട. നമുക്ക് വേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് നമ്മുടെ പ്രാർത്ഥന കറക്റ്റായിരുന്നാൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഞാനേ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവുക. ഉച്ചയ്ക്ക് നനച്ചത് കരിഞ്ഞു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ നനയ്ക്കട്ടെ, അല്ലെങ്കിൽ ഭയങ്കര വെയിൽ വന്നിട്ട് അതെല്ലാം ഇങ്ങനെ ഒരുമാതിരി ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചൊരു വീഡിയോയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ 2-3 ദിവസമായില്ലേ വന്നിട്ട്. അപ്പോൾ അത് കാരണം ഇടയ്ക്കൊന്ന് വന്നേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് നല്ല രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പം നനയ്ക്കാൻ പോട്ടെ. നല്ലൊരു വീഡിയോയുമായി നാളെ അല്ലെങ്കിൽ നാളെയില്ല മറ്റന്നാൾ വരാം. അപ്പം അതുവരേക്കും ബൈ ബൈ.